നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാവേലിക്കരയിലുള്ള നാരായണിയമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ 6 മണിക്കായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം 7 മണിക്ക് നാരായണിയമ്മ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങും. ഇതിനു മുമ്പായി ഞങ്ങൾക്ക് അങ്ങ് എത്തണം. സുരേഷ് ചേട്ടനും പ്രസന്നനും എല്ലാവരും രാവിലെ 6 മണിക്ക് തന്നെ എത്തി. പോകുന്ന വഴിക്ക് ഇനി ജയശ്രീയെ കൂടെ കൂട്ടാനുണ്ട്. എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെയും മാതൃജ്യോതിയിലെ അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾക്കിനി പോകാനുള്ളത് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി. കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ നിന്നുള്ള കുറച്ച് പേപ്പറുകൾ കിട്ടാനുണ്ടായിരുന്നു. ഒരമ്മയെ ഏറ്റെടുക്കുമ്പോൾ നിയമപരമായിട്ടുള്ള പേപ്പറുകളൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ സ്റ്റേഷനിലെത്തി പേപ്പറുകളൊക്കെ കളക്ട് ചെയ്തു. ആ അമ്മ ഇരിക്കുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഈ അമ്മയെ നിങ്ങളല്ലേ കണ്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു? ഈ അമ്മ എത്ര നാളാണ് വിളിച്ചു പറഞ്ഞത്? ഞങ്ങളുടെ കണക്കൂടെ ഞാനിപ്പം ഒരു 10-15 വർഷം നാളിലായി വണ്ടി. അന്നേരം പോലെ ഇവിടെ ഉണ്ട്. പുള്ളി കാര്യം പറഞ്ഞാൽ ഭയങ്കര തെരുവിളി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാം ഇന്നലെ വന്നു കണ്ടു. അമ്മ മഴയതാ കിടക്കുന്നത്. അപ്പം നമുക്ക് പ്രായമായവരെ നോക്കുന്ന ഒരാളെന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾ അമ്മയെ കൊണ്ടുവന്ന് തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളൊക്കെ പറഞ്ഞ് പേപ്പറുകളൊക്കെ മേടിച്ച് അമ്മായി വെക്കാൻ എന്തായാലും ശ്രീശൈലം ബസ് ജീവനക്കാർക്ക് ഞങ്ങളുടെ ഒരു അഭിനന്ദനങ്ങൾ. കാര്യം ഇങ്ങനെയുള്ള അമ്മമാരെ അച്ഛന്മാരെയൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ ഇതുപോലുള്ള എവിടെയെങ്കിലും എന്നെ അറിയോ മാവേലിക്കര വെച്ച് കണ്ടിട്ടുണ്ടോ? കൊല്ലാൻ കൊണ്ടുപോവല്ല, അമ്മയ്ക്ക് നല്ല മരുന്നുകളും ആഹാരവും ഒക്കെ തരും. ഇവിടെ നമുക്കൊരു ആശ്രമം ഉണ്ട്, അവിടെ പോവാ. വേറെ കൂട്ടുകാരികളൊക്കെ ഉണ്ടോ? അമ്മയ്ക്ക് വേറെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. എനിക്ക് ഒരു കൂട്ടുകാരും വേണ്ട. നിങ്ങളെല്ലാം കൊല്ലാൻ കൊണ്ടുപോകും. അല്ല അമ്മയെ രക്ഷപ്പെടുത്താൻ കൊണ്ടുപോകാം. ആഹാരങ്ങളൊക്കെ മഴയത്ത് തണുപ്പും പിടിച്ച എന്റെ വീട്ടിൽ കൊണ്ടുവരണം. വീട്ടിൽ കൊണ്ടുപോകും. അമ്മയുടെ വീട്ടിലാ കൊണ്ടുപോകുന്ന കേട്ടോ. അമ്മയുടെ വീട്ടിലാ കൊണ്ടുപോകുന്നത്. പ്രാർത്ഥന അന്നേരം അവർക്കൊരു സന്തോഷമൊക്കെ ആവും. വൈകിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ണനാവഴിയിലാണ് വീട്. അപ്പോൾ സുരേഷ് ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് മാവേലിക്കര ജംഗ്ഷനിൽ മാവേലിക്കര KSRTC ഡിപ്പോയ്ക്ക് ഓപ്പോസിറ്റ് ഒരമ്മ കിടക്കുന്നതെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കാൻ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ അമ്മയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അമ്മ വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുവാണ്. കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പോയി നോക്കാം, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അമ്മ എടുക്കുവാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ അമ്മയെ കൊണ്ടുപോകാൻ സമയത്ത് പുള്ളി വന്ന് പുള്ളിയോട് തന്നെ ചോദിക്കാം, എന്താ ചേട്ടൻ അങ്ങനെ തോന്നാൻ കാരണം? തോന്നാൻ കരുതുന്നത് നമുക്കും ഉള്ളതല്ലേ അമ്മ. എനിക്ക് അമ്മ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ആവുന്ന പ്രായത്തിൽ അമ്മ മരിച്ചു. അതുകൊണ്ട് അമ്മയ്ക്ക് നല്ലതുപോലൊന്നും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അമ്മയെ നോക്കാനോ എനിക്ക് പറ്റിയില്ല. കാരണം അതിന് മുമ്പേ അമ്മ പോയി. ആ ഒരു ദിവസം ഉണ്ട്. പക്ഷേ അച്ഛനുണ്ട്. അച്ഛനിപ്പോൾ ഒരു 97 വയസ്സുണ്ട്. അച്ഛൻ ഭാര്യയും കൂടെ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സന്തോഷമായിട്ട് ഇരുത്തിയിട്ടാണ് ഞാൻ ഓച്ചറ വീട്ടിൽ വരെ ഒന്ന് പോവുക, വൈഫിൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോവുക. എന്തായാലും താങ്കൾ ഏത് ബസ്സിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ശ്രീശൈലം ബസ്സിനകത്ത് ഡ്രൈവറാണ്. ശ്രീശൈലം ബസ് ഡ്രൈവറാണ് അല്ലേ? മാവേലിക്കര ചാരുമൂട് ബസ്, അതിലാണ് ഡ്രൈവറാണ്. അങ്ങനെ ഒരു ദിവസമായി ഈ അമ്മ ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് കാണുന്നത്. മഴയും ഒക്കെ ഉണ്ട്, തണുപ്പും ഒക്കെ ഉണ്ട്. ആ സമയത്ത് ഈ അമ്മ അവിടെ കിടന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറയുക. അപ്പോൾ ആൾക്കാരൊക്കെ ഈ അമ്മ കളിയാക്കുമ്പോൾ ഈ അമ്മ അവരെ തെറി പറയും. അതേസമയം ഈ അമ്മയെ നമ്മൾ തെറി ഒന്നും പറയാതെ ഇരുന്നാൽ എവിടെ എന്തോന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ അമ്മ മറുപടി പറഞ്ഞാണ്ടോ തെറിയൊന്നും വന്നില്ല. അപ്പം നിങ്ങളെപ്പോലുള്ളവർ അവരെ ശുശ്രൂഷിക്കുവാണെങ്കിൽ നിങ്ങളെ കർത്താവായി ദൈവം അനുഗ്രഹിക്കും, അതിനൊരു സംശയമില്ല. അതേപോലെ തന്നെയും വൈകുന്നേരമൊക്കെ ഇവരെല്ലാവരും കൂടെ ഇരുത്തി ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ വലിയൊരു ഇതായിരുന്നു. അപ്പോൾ അവരുടെ ആ മനസ്സിനകത്ത് നല്ല ഒരു ദൈവീയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകും. ശരി, എന്തായാലും ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം തോന്നിയതും ചേട്ടനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എന്തായാലും കൊണ്ടുപോയി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അമ്മയെ സംരക്ഷിക്കാം. ശരി എന്നാ, സന്തോഷേ. ആ അമ്മ ഇരിക്കുന്നതിൻ്റെ നേരെ താഴ്വശമാണ് ഈ കാണുന്നത്. സാമ്പാറും രസവും അങ്ങനെയുള്ള ആഹാര വേസ്റ്റുകളാണ് അമ്മ കിടക്കുന്നുണ്ടോ. ഒരു വണ്ടി പോയാൽ അതിനകത്തുനിന്ന് വെള്ളം തെറിച്ച് അമ്മയുടെ ദേഹത്ത് വീഴും. അതുപോലാണ്, അത്ര അടുത്താണ് അമ്മ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഈ അമ്മ രാവിലെയും വൈകിട്ടും
ഇതുപോലെ ഈ പ്ലാസ്റ്റിക് കവർ കെട്ടുകയും ഇതിനകത്തുള്ള തുണികൾ എടുത്ത് പുറത്തു വെക്കുകയും ആഹാര സാധനങ്ങൾ കെട്ടിവെക്കുകയും എല്ലാ ദിവസവും അമ്മയുടെ ജോലി ഇതാണ്. രാവിലെ ഒരു കെട്ടൽ, വൈകിട്ട് ഇതുപോലെ കെട്ടി വൃത്തിയാക്കണം. പിന്നെ പിറ്റേന്ന് ഉറങ്ങി എണ്ണീച്ചും വരും തുണി മാറുന്നതിനുള്ള തുണികളാണ് ഈ കവറിനകത്ത്. ഈ മഴയത്ത് അമ്മ തുണി എങ്ങനെ കഴുകും, തുണി എവിടെ ഇട്ട് ഉണക്കും എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രായമായ അമ്മമാരോ അച്ഛന്മാരോ ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ വിളിച്ചാൽ അവർ വരുമോ, അല്ലെങ്കിൽ ഇതുപോലൊരു സ്ഥാപനത്തിലാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവരതിനൊന്നും കൂട്ടാക്കില്ല. കാരണം അവരിങ്ങനെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞെന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ നടന്ന് ശീലിച്ചു പോയി, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും പോയി കൈ നീട്ടി ആഹാരം മേടിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം. എത്രയോ പേരായ അമ്മയെടുത്ത് ചോദിച്ചു കാണും, അമ്മയ്ക്ക് വീടുണ്ടോ മക്കളുണ്ടോ എന്നൊക്കെ. പക്ഷേ ഇത് ഇങ്ങനെ കളയുന്ന മക്കളും ചിന്തിക്കണം. അമ്മ ചിലപ്പോൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കത്തില്ല. മക്കളും ചിന്തിക്കണം, എൻ്റെ അമ്മയാണ്, എനിക്കതിൻ്റെ നാണക്കേടുണ്ടാവും എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഈ അമ്മയുടെ മക്കളുടെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിലും മറ്റ് കടക്കാരും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് നമുക്കറിയാൻ പറ്റുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ. നമ്മളിനി ഈ നമ്മുടെ വീഡിയോ കണ്ട് ആരെങ്കിലും നമുക്ക് വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മൾ ആ അമ്മയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും അവിടെ വന്ന് എല്ലാവരും അമ്മയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുവാണ്. പക്ഷേ അമ്മ ഇതിനൊന്നും കൂട്ടാക്കുന്ന ഒരമ്മയല്ല, നല്ല തൻ്റെ ഇടമുള്ള ഒരമ്മയാണ്. തൻ്റെ ഇടത്തോടെ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുവാണ്. ഫ്രണ്ടി പോയേ, നമ്മൾ കണ്ടു കൂടിയിരിക്കാം. അങ്ങേറ്റം അറിയാം, കേട്ടിട്ടുണ്ട്. ബഹളം വയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താ ബഹളം വെച്ചാ? നമ്മള് ഹോസ്പിറ്റലിൽ പോവാ, മരുന്ന് വെക്കുക, തിരിച്ച് ഇവിടെ കൊണ്ടുവിടുക, അത്രേ ഉള്ളൂ. എന്തുവാടെ മീൻ വിളിക്കുന്ന? എന്ത് പോവും ഇനി? ഈ സമാധാനത്തെ പോവും. പിടിക്കുന്ന എപ്പോഴും ധൃതിയാ. അയ്യോ കൊല്ലാൻ കൊണ്ടുപോകുന്നേ എന്റെ സഹാമേ ഉണ്ണിയേ ഉണ്ണി മെമ്പറേ. ഉണ്ണി മെമ്പറോ? എത്ര മക്കളോ? 6 മക്കളോ? മെമ്പറിനെയാണോ വിളിക്കുന്നത്? ഉണ്ണി മെമ്പർ. ഇടയ്ക്കിടയ്ക്ക് മണി പിടിച്ചിരുന്നു. അവിടുന്ന് കിഴക്കോട്ട് പോയാൽ എവിടെ കൊണ്ടായിക്കാം. ഉണ്ടോ അമ്മച്ചിയെ? 3 ലക്ഷം ഉണ്ടോ? എനിക്കൊരു 3000 രൂപ തരുമോ അമ്മച്ചി? അവിടെ കൊണ്ടുവിടാക്കി എവിടെ കൊണ്ടുവന്ന് വിടണം അമ്മച്ചി? എടുത്തെടുത്ത് ചേച്ചേരി കട. ചേച്ചേരി കടയോ? ശരി. ഈ പാവാട എടുത്തോ. അതൊക്കെ ഇവിടെ വെയ്, കെട്ടും പാണ്ടൊക്കെ ഇവിടെ വെയ്. പോയി ഒന്ന് കുളിച്ചേച്ച് വാ. ചെല്ലു. തോർത്തുണ്ടോ അമ്മയ്ക്ക്? പുതിയ തോർത്തുണ്ടോ?
അങ്ങനെ ആ അമ്മയെ മാതൃജ്യോതിയിൽ കൊണ്ടുവന്നു കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം കൊടുത്തു. മറ്റുള്ള അമ്മമാരോടൊപ്പം ഇരുത്തി മാതൃജ്യോതിയിൽ പുതിയതായി ഒരമ്മ വരുമ്പം മാതൃജ്യോതിയിലെ ചില കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ ഇവിടെ അമ്മമാരോടൊപ്പം എങ്ങനെ സഹകരിച്ച് പോകണം എന്നുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ അമ്മമാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് സുരേഷ് ചേട്ടൻ പറയുന്നത്. ഇത് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 10 പ്രാവശ്യമോ പറഞ്ഞാലും അവർ ഉൾക്കൊള്ളില്ല. കാരണം അവർ പ്രായമായവരാണ്. അപ്പോൾ പ്രായമായവരുടെ അടുത്ത് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് അവർക്ക് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവരത് ഉൾക്കൊള്ളൂ. എന്തായാലും നാരായണിയമ്മ പെട്ടെന്നൊന്നും ഉൾക്കൊള്ളുന്ന അമ്മയല്ല. അമ്മ നമ്മൾ ചോദിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ ഉരുളയ്ക്കുപ്പേരി പോലെ ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം പ്രായമായവരല്ലേ, നമ്മളത് ക്ഷമയോടെ കേട്ടു പോകണം. മോട്ടിക്കാതിരിക്കാനും അമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അമ്മ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ സംരക്ഷിക്കാൻ അമ്മയെ സംരക്ഷിക്കാം. ശിഷ്ടകാലം നല്ല ഇപ്പൊ എന്റെ ആത്മകരുടെ അമ്മകളല്ലേ. ആ അമ്മക്കും പെമ്മക്കും അമ്മയെ വേണ്ടാത്തതുകൊണ്ടാണ് മാവേലിക്കര ബസ് സ്റ്റാൻഡിൽ പണം വാങ്ങിച്ചു വന്നു. എത്ര രൂപ മേടിച്ചു? എത്ര രൂപ മേടിച്ചു പറഞ്ഞാട്ടെ? എത്ര രൂപ മേടിച്ചു? അല്ല നിങ്ങൾ എന്നെ നന്നാക്കാൻ വന്ന അല്ല, എത്ര രൂപ വാങ്ങിച്ചത് പറഞ്ഞാട്ടെ? എത്ര രൂപ കൊടുത്തു? എത്ര രൂപ കൊടുത്തു പറഞ്ഞാട്ടെ? എത്ര രൂപ കൊടുത്തു? നിങ്ങൾ അന്യ നാട്ടുകാർക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് വേണ്ട. നമ്മളാരും ചോദിച്ചില്ല, പൈസ ചോദിച്ചില്ലല്ലോ. അമ്മയുടെ പൈസ ആരും ചോദിച്ചോ? അമ്മയോട് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഇത്ര എത്ര ദിവസം വന്നിട്ട് പ്രശ്നം? 3 ദിവസം. ഈ 3 ദിവസത്തിൽ അമ്മയുടെ പൈസ ആരും ചോദിച്ചോ? എന്റെ കയ്യിൽ വിഷമില്ലല്ലോ. നിങ്ങൾ അപ്പഴേ കൊണ്ടുപോയില്ലേ? എത്ര കൊണ്ടുപോയി? നിങ്ങൾക്ക് അറിയാൻ വയ്യ. എവിടുന്നാ മേടിച്ചേ? എവിടെ നിങ്ങളെ ഇവിടെ വെച്ചാ മേടിച്ച? എത്ര രൂപ മേടിച്ച്? കെട്ടോടെ കൊണ്ടുപോയി. കെട്ടോടെ കൊണ്ട് അമ്മയുടെ ഒരു കെട്ട് തുണിയും സാധനങ്ങളും ഭദ്രമായിട്ട് അവിടെ വെച്ചപ്പോണ്ട്. അതിനകത്ത് പൈസ ഒന്നുമില്ല. പിന്നെ അമ്മ പറഞ്ഞു അതുപോലെ കൊണ്ടുപോകത്തില്ല. അമ്മ കൊണ്ടുപോകത്തില്ല. ഒരു കാര്യം വയ്ക്കാനല്ല. അമ്മ ഇവിടുന്ന് എങ്ങും എന്നെ കൊണ്ടുപോകത്തില്ല. തീരുമാനം ഉറപ്പിച്ചതാണ്, വാക്ക് മാറില്ല. എന്റെ ആമ്പിള്ളാരെ പെമ്പിള്ളാരെ കൊച്ചുമക്കളെ വീട്ടിൽ കൊണ്ടുപോയി. എവിടെ? അമ്മ മക്കൾക്ക് വേണ്ടാത്തോണ്ടല്ലേ അമ്മ ഉപേക്ഷിച്ചു? മക്കൾക്ക് വേണ്ട. മക്കൾക്ക് വേണ്ടാഞ്ഞിട്ടല്ല. നല്ല മെയിൻ ഓപ്പറേഷൻ ചെയ്ത് അറ്റാക്ക് വന്നതിനും മരുന്ന് മേടിച്ചതിനും മക്കൾക്ക് വേണ്ടാഞ്ഞാൽ. എത്ര എവിടെ ഓപ്പറേഷൻ നടത്തിയേ? ഓപ്പറേഷൻ നടത്തിയ ആലപ്പുഴ. ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിരിക്കാൻ? എന്റെ ആകള്, എന്റെ അമ്മായിയമ്മ, എന്റെ ഏട്ടന് എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും മക്കളുണ്ടായിരുന്നോ? മക്കള് ബോംബെയിലായിരുന്നു. ഈ 6 പേരും ബോംബെയിലാണോ? പിന്നുള്ളവർക്ക് പ്രായമില്ലായിരുന്നു. പ്രായമില്ലായിരുന്നോ? അവര് പള്ളിക്കൂടത്തിൽ പോകുന്നവരാ. എത്ര വയസ്സുണ്ടായിരുന്നു മൂത്താക്ക്? മൂത്താളിന് 26 വയസ്സിലാവും പോയില്ല. 26-ാമത്തെ വയസ്സിൽ ബോംബെ പോയി. ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 26. 17-ാമത്തെ വയസ്സിൽ ബോംബെ പോയി. 17-ാമത്തെ വയസ്സിൽ മൂത്ത മകൻ ഗൾഫിൽ ബോംബെ പോയി. 2-ാമത്തെ മകൻ 19-ാമത്തെ വയസ്സിൽ പോയി. 2-ാമത്തെ മകനും 17 വയസ്സിൽ പോയി. 3-ാമത്തെ മകൻ 21 വയസ്സിലാവും കല്യാണം കഴിച്ചു. 3-ാമത്തെ മകൻ. എത്ര പെൺമക്കളുണ്ട്? മൂത്ത മോൻ. അവനെ കൊണ്ട് ബോംബെ പോയി. എത്ര അനിയന്മാരും. എത്ര പെൺമക്കളുണ്ട്? എനിക്ക് 2 പെൺമക്കള്. മോടെ പേരെന്തുവാ? എന്റെ മോടെ പേര് യശോധര, സാവിത്രി. ഈ സാവിത്രിയും യശോധര എന്നിവിടെ വരുന്നോ അന്ന് കൂട്ടിക്കൊണ്ട് പോവാം. അവരിവിടെ വരികയല്ല കുഞ്ഞെ. എന്താ കുഞ്ഞെ? പറഞ്ഞാട്ടെ കുഞ്ഞെ. നിങ്ങൾ കൊണ്ടുപോയത് എവിടാന്ന് അവർക്ക് അറിയാൻ വയ്യാതെ എങ്ങനെ വരും? പറഞ്ഞുതരാം. അമ്മ ഇവിടെ വരുന്ന നിമിഷം മുതല് ഞങ്ങള് വന്ന് കാണാൻ സെന്ററിൽ കൊണ്ടുവിട്ടു. വിടത്തില്ല. മറ്റേ വിട്ടാ പറ്റും. വിടത്തില്ല. വിടണം. നോ, വിടത്തില്ല. വിടമാട്ടെ. എന്ന് മക്കൾ ഇവിടെ വരുന്നു അന്ന് തിരിച്ചു കൊണ്ടുപോകും. മക്കളും ഇവിടെ വരികയില്ല. വരും. അമ്മയുടെ എല്ലാ രീതിയിലും നാട്ടുകാർ മൊത്തം അറിഞ്ഞു. മക്കളും വരികയില്ല. എന്റെ മെമ്പറും വരികയില്ല. മെമ്പറുടെ പേരെന്തുവാ? അതെന്താ വരാത്തെ? മെമ്പറും മക്കളും എന്താ വരാത്തെ? അവർക്ക് അറിഞ്ഞുകൂടാ ഈ വാർഡ് ഏതാണ്. അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. എന്താ അറിയിച്ചു? അമ്മ ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞത് മോനെ നടക്കുകയില്ല. മാവേലിക്കര കൊണ്ടു. അങ്ങനെ അമ്മ പറയുന്നത് നടക്കില്ല. എന്റെ മാവേലിക്കര കൊണ്ടുപോയി വിടില്ല അമ്മ. അമ്മയുടെ മക്കളോ അമ്മയുടെ എന്റെ മക്കള്
മാവേലിക്കര കൂടുതലും. അതാ മക്കളെ അറിയിച്ചിട്ടുണ്ട്. മക്കൾ ഇവിടെ വരുമ്പം അമ്മയെ പറഞ്ഞു വിടും. അല്ലാതെ അമ്മ ഇവിടെ നിർത്തണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അങ്ങനെയൊന്നും നിർബന്ധവാദി പിടിക്കരുത്. അമ്മയെ നിർബന്ധ ബുദ്ധി പിടിക്കരുത്. ഞങ്ങൾ പിടിക്കത്തില്ല, അമ്മയും പിടിക്കരുത്. സഹകരിച്ച് സന്തോഷമായിട്ട് പോവുക. കേട്ടോ കേട്ടോമേ നാരായണിയമ്മോ, സന്തോഷമായിട്ട് പോകണം കേട്ടോ. അന്നാലും ഈ വെളി വലിച്ചല്ലോ കൊണ്ടുപോലെ. ശരി. ഒരമ്മയെ കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടു. മാവേലിക്കരയിൽ നിന്നുള്ള കൊണ്ടുവന്ന ആ അമ്മ ഇവിടെ ഒരു തരത്തിലും അമ്മ അടങ്ങി നിൽക്കുന്ന ഒരമ്മയല്ല. അമ്മ ഭയങ്കര ബഹളമാണ്. അപ്പം ഓരോ അമ്മമാരെയും അച്ഛന്മാരെയും ഇതുപോലെ നമ്മൾ കൊണ്ടുവന്ന് വൃത്തിയാക്കി, അല്ലെങ്കിൽ അവർ പല സ്ഥലങ്ങളിൽ മുഷിഞ്ഞ വേഷത്തിലോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വൃത്തിയാക്കി അവർക്ക് മരുന്നും ആഹാരവും ഒക്കെ കൊടുത്ത് അവരെ നേരെ ആക്കി എടുക്കുന്ന ഒരു പ്രവണതയാണ് നമുക്കുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഒരമ്മയെ നിങ്ങൾ പുതിയതായി കണ്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ അമ്മയെ ഇവിടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളായിരുന്നാലും എല്ലാം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത്. നന്ദി, നമസ്കാരം.